ഈശ്വരോ ഇതെന്തൊരു പാട്. ശവപൂജ. ഹായ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ ഇരുന്നിട്ട് അവൾക്ക് നീളം കറക്റ്റ് ആവുന്നില്ലായിരുന്നു കേട്ടോ. സോപാനത്തിൻ്റെ പടി കയറി ഇരുന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇരുന്നിട്ടുണ്ട്. വെറും തറയിലിരുന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ച് തറയിലോട്ട് ഇറങ്ങിയിരുന്നതാണേ. ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഭയങ്കര പതുക്കെ തുറന്നെടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒന്നാമതേ മേക്കപ്പ് ചെയ്യുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ തൊട്ടേ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കണ്ണ് വെട്ടിച്ചെടുത്തിടുന്ന പരിപാടിയൊക്കെ ഉള്ളു. ഇത് സമ്മതിച്ചിട്ട് വന്നോളാനെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമ്മുടെ ലിപ്സ്റ്റിക്കോ അങ്ങനെ ഐഷാഡോ ഒക്കെ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് ഇട്ടുകൊണ്ട് നടക്കും. നമ്മൾ കാണുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാം അറിയാത്തത് കൂട്ട് നിൽക്കുകയും ചെയ്യും. അതെപ്പോഴും ഉള്ളതാണ്. നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ മേക്കപ്പ് എടുത്തിടും. അതിനാണ് എപ്പോഴും വീട്ടിൽ വഴക്ക് കിടക്കാറുള്ളത്. ഒരു കുഞ്ഞുനാൾ ഒരു നടക്കുന്ന സമയം തൊട്ടേ ഇത് ഒരു സ്വഭാവമാണ്. അവസാനം കാണിച്ചാൽ മതി മേക്കപ്പ് മൊത്തം കൂടെ. ഞാൻ വിചാരിച്ചത് ഐഷാഡോയിൽ ഏതെങ്കിലും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിടുമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേജിൽ ഞെട്ടിപ്പോയി. കാരണം ഒരു സാധാരണ ഒരു ബേസ് ഷെയ്ഡ്, ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടിട്ട് കണ്ണ് കൺസീൽ ചെയ്യുന്നത് കൂട്ടി ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഒരു റെഡ് ഷെയ്ഡ് ഇട്ടത്. എനിക്കറിയത്തില്ലായിരുന്നു ഇവക്കിത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അത് ഞാനിടുന്നത് കണ്ടിട്ടോ ഞാനും അനിയത്തിയും കൂടെ പറയുന്നത് കേട്ടിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ കറക്റ്റായിട്ട് അതിട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയേ. ഇതൊക്കെ ഇടുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഫില്ല് ചെയ്തൊന്നും ഇടുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തൂക്കുന്നതേ ഉള്ളൂ. സംഭവം എവിടെയൊക്കെയാണ് ഇടേണ്ടതെന്ന് അറിയാം. പക്ഷേ എങ്ങനെ കറക്റ്റായിട്ട് ഇടേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ചെറുതായിട്ടൊന്ന് തൂക്കുന്നതേ ഉള്ളൂ. ഓരോന്നും ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരിക്കും അടുത്ത് എന്താണ് ഇനി ഇടേണ്ടത്. കറക്റ്റായിട്ട് ഓർഡറിലൊക്കെ ചെയ്യണമെന്ന് പുള്ളിക്കാരിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ഓർഡറൊന്നും. കണ്ടിട്ട് എന്തോട്ടാ തോന്നുന്നത്? എന്തോട്ടാ തോന്നുന്നത്? കൺസീലറാ? പെടല് വേണം എടുക്കുന്ന കേട്ടോ. സൺസ്ക്രീൻ ലാസ്റ്റാണ് കയ്യിൽ പെടുന്നത്. അതപ്പോൾ എങ്ങനെയാണ് അത് ഇനി ഇടണോ ഇടണ്ടായോ ആദ്യം ഇടണ്ടല്ലായിരുന്നോ അങ്ങനത്തെയൊക്കെ ഒരു കൺഫ്യൂഷനിലേക്കാണ് കേട്ടോ. അത് ഇടാനുള്ള ഒരു അത്രപ്പാട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനി ഇടണ്ട എന്ന് പറയുവാണേ. ഐലൈനർ എഴുതുന്നതാണ് കേട്ടോ കുറച്ച് ടാസ്ക്കുള്ള പരിപാടി. പുള്ളിക്കാരി എന്തോ ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ച് എഴുതിയതുകൊണ്ടാണോ എന്നറിയത്തില്ല. എഴുതിയപ്പോഴേ എന്നോട് പറഞ്ഞു തുടക്കി തെറ്റിപ്പോയെന്ന്. തെറ്റിപ്പോയെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അതിപ്പോൾ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ ഐലൈനർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയ ആ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നേ.
വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ പറയുന്നൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല, കാരണം ഫാനിൻ്റെ കീഴിലിരുന്ന് എടുത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു സൗണ്ടിൻ്റെ. അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൾ പറയുന്ന ഒന്നും കിട്ടത്തുമില്ല. അതാണ് അങ്ങനെ ഞാൻ ഇട്ടേക്കുന്നത്. എന്തോന്ന് പറഞ്ഞില്ല. അയ്യോ ഈശ്വരോ ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇവിടെ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. ഞാൻ വിചാരിച്ചു അവൾ കണ്ണെഴുതാൻ പോവാണെന്ന്. ആ ശരിക്കും കൺമഷിയും കൊണ്ട് അവൾക്ക് ഞങ്ങൾ പിരിവ് എഴുതി കൊടുക്കാറാണുള്ളത്. അതുകൊണ്ടാണ് അവൾ നേരെ കൺമഷി എടുത്ത് പിരുവത്തേലോട്ട് വെച്ചത്. അപ്പം തന്നെ ഞാൻ ഞെട്ടി. എന്നെ ഇല്ല ലാസ്റ്റ് മറ്റേ ദിഗംബരൻ്റെ ലുക്കാക്കി കളഞ്ഞ് പിരിവ് എഴുതിയിട്ട്. പക്ഷെ പിരിവ് എഴുതിയേക്കുന്നത് ഒരു ഷേപ്പിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനങ്ങത് വിട്ട്. ശവപൂജ. എന്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ ശരി, ടാറ്റാ. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്നെന്നെ